ഞാൻ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ ബെഞ്ചിലിരുന്ന് അതിർത്തിയിലെ കർണാടകയിലെ ഏറ്റവും കൂടുതൽ ബസ്സുകൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കും എൻ്റെ ജില്ലയിലേക്കും ദിനേന വന്നും പോകുന്ന ഒരു മണ്ഡലക്കാരനാണ്. കൊതിയോടെ കർണാടകയിലെ ശ്രീ സിദ്ധരാമയ്യയുടെ ഗവൺമെൻറ്റിൻ്റെ KSRTCയിലെ സൗജന്യ യാത്രയുടെ നന്മ പറഞ്ഞ ഒരാളായിരുന്നു. വീണ്ടും UDFൻ്റെ ഗവൺമെൻറ് വന്ന് ഈ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ കേവലം ഒരു സൗജന്യ യാത്ര മാത്രമല്ല സർ ഞങ്ങൾ അനുഭവിക്കുന്നത്. എൻ്റെ മണ്ഡലത്തിൽ മംഗലാപുരത്തേക്ക് SC/ST കുടുംബത്തിലെ ആളുകളടക്കം, സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകളടക്കം ദിനേന ജോലിക്ക് പോകും. അവർക്കൊക്കെ ഈ ഒറ്റ പദ്ധതി കൊണ്ട് മാസം ലാഭിക്കുന്നത് 5000-ഉം 6000-ഉം രൂപയാണ് സർ. മംഗലാപുരത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് രാവിലെ എണീറ്റ് രാത്രി കിടക്കുമ്പോൾ അമ്മയും ഉമ്മയും നാളെ മോൾക്ക് 100 രൂപ ടിക്കറ്റിന് എങ്ങനെ കണ്ടെത്തുമെന്ന് ടെൻഷൻ അടിക്കുന്നവർക്ക് പുഞ്ചിരിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ സമ്മാനിച്ച പദ്ധതിയാണ് സർ പ്രിയദർശിനി പദ്ധതി. അവർക്കിന്ന് രാവിലെ കണ്ടെത്തേണ്ട പൈസ ആവശ്യമില്ല. UDFൻ്റെ ഗവൺമെൻറ് VDS നൽകിയ സൗജന്യ യാത്ര മനോഹരമായി എൻ്റെ നാട്ടിലെ ജനങ്ങൾ ആസ്വദിക്കുകയാണ് സർ. അവരുടെ പ്രാർത്ഥന ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെന്റും എപ്പോഴും ഉണ്ടാകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് സർ. അത് പറയുമ്പോൾ മഞ്ചേശ്വരത്തെ ഒരു MLA എന്ന നിലയ്ക്ക് എനിക്ക് ഇരട്ടി സന്തോഷമുണ്ട്. ഈ രാജ്യത്ത് BJPക്കെതിരെ നെഞ്ചു പിരിച്ച് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടകയിലെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്. അവിടെ ഇന്ത്യക്ക് മോഡലായി ശ്രീ സിദ്ധരാമയ്യ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി വന്നു. ശ്രീ VD സതീശൻ കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന അതേ അവസരത്തിലാണ് ശ്രീ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നത്. അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. മറ്റൊരു സന്തോഷ പ്രഖ്യാപനം, എൻ്റെ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും KSRTCയിൽ സൗജന്യ യാത്ര. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരാഗ്രഹം തോന്നി. അതിർത്തിയിലെ ഒരു കന്നഡക്കാരനായ MLA എന്ന നിലയ്ക്ക് ഞങ്ങൾ റിക്വസ്റ്റ് വെച്ചു, കേരളത്തിലെ ഞങ്ങളുടെ കുട്ടികൾക്കും അങ്ങയുടെ കർണാടകയിൽ നിന്ന് വരുന്ന KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകണമെന്ന്. അദ്ദേഹം സന്തോഷത്തോടു കൂടി പറഞ്ഞു, കേരളത്തിലെ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് എൻ്റെ ഒരു ഉപഹാരമാണ്, അങ്ങയുടെ കാസർകോട്ടെ കുട്ടികൾക്ക് കർണാടകയിലെ KSRTCയിൽ സൗജന്യ യാത്ര നൽകിയ ഇരട്ടി സന്തോഷമാണ് എൻ്റെ നാട്ടുകാർ അനുഭവിക്കുന്നത്.